തമിഴ് കവിയും ഗാനരചയിതാവുമായ ആർ വൈരമുത്തുവിന് ജ്ഞാനപീഠം. തമിഴ് സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 2014 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരുന്നു. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, വൈരമുത്തുവിനെ തേടി വലിയ പുരസ്കാരം എത്തിയിരിക്കുന്നു. വിവരങ്ങൾ എന്താണ്? തമിഴ് കവിയും എന്ത് വിവരമില്ലാത്ത കുറേ എണ്ണങ്ങൾ പിടിച്ച് പുള്ളീനെ കൊണ്ടുപോയി ജ്ഞാനപീഠം കൊടുത്തു. പുള്ളി ഒരു റേപ്പ് കേസിൽ പ്രതിയാണ്. അത് റേപ്പ് ആരോപണ വിധേയനാണ്. ഇങ്ങനെ ആരോപണ വിധേയനായ വ്യക്തി അത് പകുതിയും സത്യമാണെന്ന് പറയുന്നു. അയാൾ ചിന്മയി, അതുപോലെ തന്നെ സുചിത്ര, ഇവർക്കൊക്കെ പുള്ളിയിലുണ്ടായ ഒരു മോശനുഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പുള്ളിക്കും കണ്ട് ഷാമ്പെയിൻ മുത്തു, ഡയമണ്ട് മുത്തു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു അപരനാമങ്ങളോടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ, ആരോപണ വിധേയനായ വ്യക്തികൾക്ക് പുരസ്കാരം കൊടുക്കുന്നത് ശരിയായ കാര്യമാണോ? ആരോപണ വിധേയം നടത്തി നിരപരാധിയല്ലെന്ന് വെച്ചാൽ കുറ്റവാളിയല്ല. എന്നാലും ഞാൻ പോലും സത്യം തെളിയുന്നവരെ, കാരണം ഒരു ഗായികനെ 13 വർഷം സത്യം തുറന്നു പറഞ്ഞതിനെങ്ങാണ്ട് 9-8 വർഷങ്ങളെങ്ങാണ്ട് തടഞ്ഞിട്ടതാണ്. അപ്പോൾ ഇത് സത്യം തുറന്നു പറഞ്ഞപ്പോൾ ഈ അധികാരവും, അദ്ദേഹം രാജ്യം ആദരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഈ അധികാരവും പ്രശസ്തിയും ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് ഈ വൈരമുത്തു എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ വലിയ അത്ര കഴിവില്ലാത്ത ആളാണെന്നും പറയുന്നത്, നല്ല കഴിവുള്ളൊരു വ്യക്തി, ടാലൻറ്റഡ് ആയിട്ടുള്ള തമിഴ് ഗാനരചയിതാക്കളിൽ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വരികളൊക്കെ ഓരോ രീതിയും സ്പർശിക്കുന്നതൊക്കെ തന്നെയാണ്. നല്ല റൊമാൻറ്റിക് എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിന് വരും. പക്ഷേ എന്ന് വെച്ച് ഒരു മനുഷ്യനെന്ന നിലയിൽ അയാൾ നല്ലൊരു വ്യക്തിയാണോ? ഒരിക്കലും അല്ല എന്നാണ്.